എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രേണു സുധി എന്ന സുധിയുടെ വൈഫ്, പുള്ളിക്കാരിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ്, ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഈ അടുത്ത 2-3 മണിക്കൂറുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേക്കുറിച്ച് 2 വാക്ക് പറയാം. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം കഴിയുന്നു രേണു അല്ലെങ്കിൽ സുധി എന്ന് പറയുന്ന കൊല്ലം സുധി എന്ന കലാകാരൻ ആക്സിഡന്റിൽ മരണപ്പെടുന്നു. അതിനെ തുടർന്ന് ഒരു വർഷം കഴിഞ്ഞ് രേണു സുധി എന്ന് പറയുന്ന അല്ലെങ്കിൽ സുധിയുടെ വൈഫ് ഈ ഇല്ലറ ടിക്ടോക്ക് വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ്, അതായത് ഈ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന അതായത് ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളിക്കാരനായിട്ട് കുറേ വീഡിയോസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അത് വൈറലായെന്ന് പറഞ്ഞാൽ അതിൻ്റെ കമൻറ്റുകളെല്ലാം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് വളരെ അശ്ലീലം പിടിച്ച കമൻറ്റുകളാണ്. അത് നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന കമൻറ്റുകളാണ് ഓരോരുത്തരും. അത് ഞാൻ ആലോചിച്ചപ്പോൾ അതിൻ്റെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചപ്പം ഫേക്ക് ഐ ഡി എന്നൊക്കെയാണ് പലരും പറയുന്നുണ്ട്. ഫേക്ക് ഐ ഡി എന്നൊന്നുമില്ല, ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് തന്നെ പലരും വളരെ വൃത്തികെട്ട കമൻറ്റുകൾ എഴുതി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനെതിരെ ഒന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ ആർക്കും പറ്റും. നമുക്കൊരിക്കലും കമൻറ്റ് ചെയ്യരുതെന്നോ കമൻറ്റ് ഇടല്ലെന്നോ ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം കമൻറ്റ് ഇടുമ്പോഴാണ് റീച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും കമൻറ്റ് ഇടണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ കാരണം, അപ്പം രേണു സുധി അതിനോടനുബന്ധിച്ച് പുള്ളിക്കാരിക്ക് ഒരുപാട് ഷോർട്ട് ഫിലിംസ്, ഒരുപാട് ആൽബംസ്, അങ്ങനെയൊക്കെയുള്ള ഒരു അഭിനയ സാധ്യതയുള്ള പല വേഷങ്ങളും കിട്ടി. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. തുടർന്ന് രേണു സുധിയുടെ ഇൻ്റർവ്യൂസൊക്കെ കാണുന്നവർക്കറിയാം, ആ ഇൻ്റർവ്യൂവിലെല്ലാം പുള്ളിക്കാരി ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫാ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇന്നത്തെ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഒരു യുവതി എന്ന് പറയുന്നു, കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് താനാണെന്നും ആദ്യത്തെ വൈഫ് മറ്റൊരാളോടൊപ്പം പോവുകയും രണ്ടാമത്തെ വൈഫാണ് താനെന്നും തൻ്റെ വിവാഹം 5 വർഷത്തോളം നീണ്ടുവെന്നും തുടർന്ന് 5 വർഷം കോടതി മുഖാന്തരം ലീഗലി ഡിവോഴ്സ് ആകുകയും 3ാമത്തെ വൈഫാണ് ഈ പറയുന്ന രേണു എന്നുള്ള ആളും. അപ്പം ഇതൊക്കെ ഈ രേണു സുധി മറച്ചു വെച്ചിട്ടാണ് ഇതെല്ലാം ഈ റീൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസും എല്ലാം പറയുന്നത്. നമുക്കെപ്പോഴും ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളറിയാതെ അദ്ദേഹത്തിൻ്റെ കോമഡി പ്രോഗ്രാംസ് ഒക്കെ കാണാറുള്ളൂ. ഇപ്പം കൊല്ലം സുധിയുടെ വൈഫ് ഏതാണെന്നൊന്നും നമുക്ക് പണ്ടറിയത്തില്ല. മരണത്തിന് മുമ്പ് ഒരിക്കൽ ഫ്ലവേഴ്സ് ചാനലിൽ ഈ രേണു സുധി സെക്കൻഡ് വൈഫാണെന്നും അല്ലെങ്കിൽ ആദ്യത്തെ വൈഫ് തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാടൊപ്പം പോയി എന്നും അതിലൊരു കുട്ടിയുണ്ട് തനിക്കെന്നൊക്കെ നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ കോമഡി പരിപാടികളിലാണ് നമ്മൾ കണ്ടത്. അതിനിപ്പുറം ഇവരെ കുറിച്ച്, ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ കലാകാരനെ കുറിച്ച് നമുക്ക് അധികമൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ അദ്ദേഹം ഈ ജഗദീഷിൻ്റെ റോളുകളൊക്കെ കോമഡി ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യുമായിരുന്നു. അല്ലാതെ അദ്ദേഹത്തെ പറ്റി നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കലാരൂപത്തെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും തെറ്റു പറയാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വൈഫ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് വേറൊരാളൊപ്പം പോയി. ആ യുവതി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തൂങ്ങി മരിച്ചു എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഇപ്പോഴത്തെ സുധിയുടെ മോൻ്റെ അമ്മ. തുടർന്ന് ഈ സുധി 2ാമതൊരു വിവാഹം കഴിച്ചു. അത് ഈ മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ
ഒക്കെയുള്ള യുവതിയാണ്. ആ യുവതിയെ കല്യാണം കഴിക്കുകയും 5 വർഷത്തോളം ആ യുവതിയുമായിട്ടുള്ള വിവാഹബന്ധം തുടർന്നു പോവുകയും തുടർന്ന് ഈ രേണു സുധിയുമായിട്ട് ഉള്ള റിലേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആ ബന്ധം വേർപെടുത്തേണ്ടതെന്നാണ് ആ യുവതി പറയുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിൽ തന്നെ ആ രണ്ടാമത്തെ അതായത് ഈ രേണു സുധി അല്ലെങ്കിൽ കൊല്ലം സുധി 3 വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം. അപ്പോൾ ആ സുധിയുടെ സെക്കൻഡ് വൈഫ് പറഞ്ഞു വെക്കുന്നത്, അതായത് ഇപ്പോഴത്തെ വൈഫ് എന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണുന്ന രേണു സുധി എന്ന് പറയുന്ന യുവതി സുധി എന്ന് പറയുന്ന ആളെ തൻ്റെ അടുത്തേക്ക് നിന്ന് തട്ടിയെടുത്തതാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ സംഭാഷണങ്ങളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഏക കാരണം ഈ രേണു സുധിയായിരുന്നു. കാരണം ഈ രേണു ഇവർ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രേണു അവരുടെ ഭർത്താവിനെ മെസ്സേജ് അയച്ചും ഒക്കെ അവരുടെ രീതിയിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ സുധിയും രേണുവും ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് ആ യുവതി പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും നമുക്കതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ കഴിയില്ല. കാരണം ആ യുവതിക്ക് തൻ്റെ പേര് വെളിപ്പെടുത്താനോ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനോ താല്പര്യമില്ല സമൂഹമധ്യേ. പക്ഷെങ്കിൽ അതിന് ആ ഇന്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിക്കുന്ന ഓരോ ഉത്തരങ്ങൾക്കും വളരെ വ്യക്തതയോടെയാണ് മറുപടി കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെയും ഡിവോഴ്സിൻ്റെയും എല്ലാം കോപ്പികളും ആ ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഈ വാട്സപ്പ് വഴി അവർ അയച്ചു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന യുവതി പറയുന്നത്, അതായത് രേണു അല്ലെങ്കിൽ സുധി ഇവർ രണ്ടുപേരും ഈ മീഡിയാസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പ്രസന്റ് ചെയ്യുന്ന പല കാര്യങ്ങളും കള്ളമാണെന്നുള്ളതാണ്. അതിൻ്റെ ഏക കാരണം ഈ സുധിയുടെ ആദ്യത്തെ ഭാര്യ മരിക്കാനും ഈ സുധിയായിരുന്നു അല്ലെങ്കിൽ ഈ രേണു അല്ലെങ്കിൽ ഇവര് എന്തോ കാരണം ഇതിലുണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും. അപ്പം ഇതെല്ലാം കെട്ടടങ്ങിയ ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഇനി നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പം രേണു സുധി സത്യത്തില് ഈ സത്യാവങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. കാരണം അവർ ഈ സുധി പറഞ്ഞു കേട്ടായിരിക്കും, അല്ലെങ്കിൽ സുധി ചിലപ്പം വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും രേണു ഈ സുധിയെ ആയിട്ടുള്ള മാരേജിന് താല്പര്യം കാണിച്ചത്. ഇതിനകത്ത് വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഈ രേണുവിൻ്റെ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് പറയപ്പെടുന്ന പല കാര്യങ്ങൾ, അതായത് അതിലെ വീഡിയോസിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് വിശ്വസനീയമായില്ല. കാരണം ഈ കിച്ചു എന്ന് പറയുന്ന രേണുവിൻ്റെ അല്ലെങ്കിൽ സുധിയുടെ മോൻ, ഇവർ രണ്ടുപേരും കൂടെ ഈ സെക്കൻഡ് വൈഫിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ അല്ലെങ്കിൽ നമ്മൾ ലീഗലി പറയപ്പെടുന്ന ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന യുവതിയുടെ വീട്ടിൽ ചെന്ന് തന്നോടൊപ്പം കുടുംബജീവിതത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അവർ കല്യാണം കഴിച്ചതാണ്. അപ്പം പിന്നീടും എന്തോ പ്രശ്നമുണ്ടായി, ഇഷ്യൂ ഉണ്ടായി, അവർ തിരിച്ചവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഈ സുധി ഇവരെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നാണ്. പക്ഷേ അവർ ഒരു കാരണവശാലും ഈ സുധിയോടൊപ്പം ഇറങ്ങി വരാൻ അല്ലെങ്കിൽ സുധിയോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കലും സുധിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഒരു പെണ്ണിനോടൊപ്പം അവരോടൊപ്പം? അപ്പം ജീവിക്കാൻ പറ്റാത്തപ്പോൾ ലീഗലി ഡിവോഴ്സ് ആകുകയും അതോടൊപ്പം തന്നെ ഈ രേണു എന്ന് പറയുന്ന യുവതിയെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കുകയും ചെയ്തു. അതിലൊരു തെറ്റും കാണുന്നില്ല. പിന്നീട് എന്തിനാണ് ഇവർ ഈ ചത്ത കോഴിയുടെ ജാതകം അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഈ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്? അവർ പറയുന്നുമുണ്ട് അവർ 5 വർഷമായിട്ട് ലീഗലി ഡൈവോഴ്സായി. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഈ രേണു ജീവിക്കുവോ അല്ലെങ്കിൽ അവർ കൊല്ലം സുധി എന്നുള്ള ആളുടെ സുധി അല്ലെങ്കിൽ ഈ കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന യുവതി ഒരുപാട് ആരോപണങ്ങൾ രേണുവിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ സുധിയെക്കുറിച്ചും ഉന്നയിക്കുന്നുണ്ട്.
അതിനൊക്കെ ഒരു കഴമ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഈ സുധി എന്ന് പറയുന്ന ആ യുവ അല്ലെങ്കിൽ കൊല്ലം സുധി മരണപ്പെട്ടു. അദ്ദേഹം ആക്സിഡന്റിൽ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇനി സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ വലിച്ചു വയ്ക്കുന്നതിനോട് 100% യോജിപ്പില്ല. അതൊക്കെ വിട്ട് കളയേണ്ട, അതിനെക്കുറിച്ച് ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന രേണു സുധി എന്ന് പറയുന്ന യുവതിയെ ഇത് ഒരു 99% ഇത് വേട്ടയാടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവര് കല്യാണം കഴിഞ്ഞ് അവർക്ക് കുറച്ച് ആൾക്കാർ ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷെ എങ്കിൽ തന്നെ അതിനോടൊന്നും പൊരുത്തപ്പെട്ടു പോകാനോ ഒന്നും അവർക്ക് അത് പറ്റാഞ്ഞുകൊണ്ടായിരിക്കാം അവർക്ക് അഭിനയമോ അല്ലെങ്കിൽ റീൽസ് ചെയ്തോ അവരൊരു ഉപജീവന മാർഗത്തിലേക്ക് എത്തിക്കോട്ടെ. അത് ഏത് രീതിയിലായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവർ ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ കൊല്ലം സുധി എന്നുള്ള പേര് യൂസ് ചെയ്താണെങ്കിലും അവർ ജീവിക്കട്ടെ. അവർ ആൽബം ചെയ്താണേലും ഷോർട്ട് ഫിലിം ചെയ്താണേലും അവർക്കൊരു മോനുണ്ട്, അത് സുധിയുടെ മോനാണ്. അതിൻ്റെ രീതിയിൽ അവർ ജീവിച്ച് അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീഗലി ഡൈവോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂന്നാമത്തെ വൈഫ് ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് ഇവരിപ്പം ഈ ആരോപണവുമായിട്ട് വരുന്നതെന്ന് എന്തുകൊണ്ടോ നമുക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് അവര് മാരേജ് ചെയ്തു, അത് കഴിഞ്ഞ കാര്യമാണ്. മാരേജ് ചെയ്ത ഡിവോഴ്സായി, അതും കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോഴത്തെ പ്രസന്റ് വൈഫ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് മാരേജ് ഉള്ളതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് സുധി ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തന്ന ഒരാളാണ് ഈ രേണു സുധി. അപ്പോൾ ഒരു കാരണവശാലും മറ്റ് രണ്ടുപേരെ, അല്ലെങ്കിൽ കൊല്ലം സുധിക്ക് ഇതിനു മുമ്പ് 10 ഭാര്യമാരുണ്ടെങ്കിൽ തന്നെ അവരെ ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുമ്പിൽ, അല്ലെങ്കിൽ റീൽസിൽ, അല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സിലെ ഷോകളിൽ ഒക്കെ ഈ രേണു സുധി എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നെ. അപ്പം ഒരു കാരണവശാലും മറ്റുള്ളവരെ നമുക്കറിയത്തില്ല. സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന യുവതി ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് രേണു സുധി എന്ന് പറയുന്ന യുവതി എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അവരുടെ മുഖം കാണിക്കാനോ അവരുടെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് അവർക്ക് സമൂഹ മധ്യത്തിൽ പറയാനോ താല്പര്യമില്ല. എങ്കിൽ അവർ 100% ഇനിയും അത് പറയരുത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അവര് ഡിവോഴ്സായി, അവര് കല്യാണം കഴിഞ്ഞ് 5 വർഷം സുധിയോടൊപ്പം ജീവിച്ച് അതിലൊരു മക്കളോ അല്ലെങ്കിൽ ഒരു സുധിയുമായി റിലേറ്റ് ചെയ്യാൻ ഒരു കാരണവുമില്ല. 5 വർഷം കൂടെ ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സുധിയുമായിട്ട് ലീഗലി ഡിവോഴ്സായി, അതും അവിടെ നിൽക്കട്ടെ. സുധി ഡൈവോഴ്സ് ആകുന്നതിന് മുമ്പ് അവര് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, സുധി കുറച്ച് മോനുമായിട്ട് തന്നോടൊപ്പം ഇനി ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അവർക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർ 1 ലക്ഷം രൂപയുടെ കോടതി വഴി 1 ലക്ഷം രൂപ ഡിവോഴ്സിന് വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിക്കുകയും ചെയ്തു. തുടർന്ന് ഇനിയും എന്താണ് സുധിയിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും സുധിയുടെ പേര് വെച്ച് ഈ രേണു സുധി എന്ന് പറയുന്ന ആളെ സമൂഹ മധ്യത്തിൽ, അല്ലെങ്കിൽ സുധി തന്നെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് രേണു സുധി. അവരെന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ റീൽസ് വൾഗർ ആയിക്കോട്ടെ, അവരുടെ മറ്റു പല കാര്യങ്ങളും ആയിക്കോട്ടെ, നമ്മളതേക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യണ്ട. ഈ സെക്കൻഡ് വൈഫിന് രേണുവിൽ സുധിയിൽ ഒരു മക്കളോ മകനോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 100% നമുക്ക് ഇതിനോട് യോജിക്കാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവർ ഡിവോഴ്സ് ആകാതെയാണ് ഈ രേണുവിനെ കല്യാണം കഴിച്ചത് എന്നെങ്കിലും നമുക്ക് അവരുടെ കൂടെ നിൽക്കാമായിരുന്നു. പക്ഷെ അവര് ഈ പറയുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പും ഇതിനകത്ത് തോന്നുന്നില്ല. ഒന്നാമത്തെ അവർ പറയുന്നത്, ഈ രേണുവും സുധിയും പറയുന്നത്, അല്ലെങ്കിൽ കൊല്ലം സുധി പറയുന്ന പല കാര്യങ്ങളും കള്ളമാണ്. ഈ കൊല്ലം സുധി പറയുന്ന പല കാര്യങ്ങളും കള്ളമായിരുന്നു. അതായത് കള്ളമായിരുന്നേ തന്നെ ഇപ്പം ഇതിനകത്ത് എന്താണ് സംഭവിക്കാനുള്ളത്?
അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മോൻ ജീവനോടെ അവരും ജീവിക്കാൻ വേണ്ടി ആ ചെറുക്കൻ പയ്യൻ ഏതോ ഒരു കോഴ്സ് പഠിച്ച് ഉപജീവനം നടത്തുന്നു. ഇവരും അതുപോലെ തന്നെ ഉപജീവനത്തിന് വേണ്ടിയല്ലേ എന്തൊക്കെയോ ചെയ്യുന്നു. അവരെ വെറുതെ വിടുക. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ഈ രേണു സുധി എന്തോ ആരോടോ എന്തൊക്കെയോ പറഞ്ഞു. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരെ വെറുതെ വിടുക. അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ. അവർക്ക് ഒരു മോനുണ്ട്, അതും ഈ കൊല്ലം സുധിയുടെ മോനാണ്. അപ്പം അതുപോലൊപ്പം തന്നെ ഈ ആദ്യത്തെ മോനെയും അവർ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ അവർക്ക് ഉപജീവനത്തിന് അവർ ഷോർട്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ആൽബം ചെയ്യുകയോ അവർ ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും അവർ സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഉപജീവന മാർഗത്തിലായിട്ട് അവർ ജീവിക്കട്ടെ. അവരെ എന്തിനാണ് നമ്മൾ വെറുതെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? അവർക്ക് ഒരുപക്ഷെങ്കിൽ അവർക്ക് ഈ കൊല്ലം സുധി ഇങ്ങനെ കള്ളം പറഞ്ഞതാണെന്നോ ശരി പറഞ്ഞതാണെന്നോ അവർക്കറിയത്തില്ല. അവരൊരിക്കൽ പോലും ഈ സുധിയുടെ ഭാര്യയെ അല്ലെങ്കിൽ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഭാര്യയെ കുറിച്ചോ അല്ലെങ്കിൽ കൊല്ലം സുധിയെ കുറിച്ചോ കൊല്ലം സുധിയുടെ വീട്ടുകാരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഇന്റർവ്യൂവിലും ഇവരെ ഒന്നും ഒരിക്കലും ഒരു രീതിയിലും മാനഭംഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല. അവരുടെ കാര്യം പറഞ്ഞു, അവർ റീൽസ് ചെയ്തു, സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴി അവരെ കുറിച്ച് പലരും പല വീഡിയോസിന്റെ അതിലടിയിലും പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അവർക്ക് എങ്ങനെയും അവർ ജീവിച്ചു പോകുന്നു. അതിനെക്കുറിച്ച് നമ്മൾ സമൂഹം അല്ലെങ്കിൽ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പലരും രേണു സുധിയുടെ വീഡിയോയ്ക്ക് താഴെ പല കമന്റും എഴുതാറുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്ത് നിന്നാണ് കമന്റ് എഴുതുന്നത്. ഒന്നാമത്തെ കമന്റ് എന്ന് പറഞ്ഞാൽ ഈ കമന്റ് എഴുതുന്നവരൊക്കെ രേണു സുധിക്ക് ചെലവിന് ഒഴുക്കുമോ? വേറൊരു കൂട്ടർ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വൾഗാരിറ്റിയുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക. ഇതിന്റെ രണ്ട് കൂട്ടർക്ക് നടുവിൽ ന്യായമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ വൾഗാരിറ്റിയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ നല്ല രീതിയിലല്ലാത്ത വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ദോഷം എന്ന് പറഞ്ഞാൽ ഇവരെ വേറൊരു രീതിയിലേക്ക് ആൾക്കാർ കരുതും. കാരണം കൊല്ലം സുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ വൈഫ് എന്ന് പറയുമ്പോൾ സമൂഹം അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതായത് കൊല്ലം സുധിയുടെ വൈഫ് ഇന്നതായിരിക്കും, അവരത് ബ്രേക്ക് ചെയ്താൽ അവർക്ക് തന്നെ ദോഷമാണ്, അല്ലെങ്കിൽ അവരെ സമൂഹം കാണുന്ന വേറൊരു രീതിയിലായിരിക്കും. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് നമ്മൾ ആഹാരം കൊടുക്കുമെന്ന് അല്ലെങ്കിലും ഈ പറയുന്നവരൊക്കെ കൊടുക്കും. ശരിയാണ്, ഇവരുടെ ഉപജീവനം ഏത് രീതിയിലും ഇവർക്ക് ഉപജീവനം കഴിക്കേണ്ടത് ഇവരുടെ കാര്യമാണ്. ഈ പറയുന്ന ആരും ഇവർക്ക് ഒരു നേരത്തെ ആഹാരമോ ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ആവശ്യം വരുമ്പോഴോ ആരും കൊടുക്കാറില്ല. അപ്പം പിന്നെ അവരുടെ കാര്യം നോക്കും. അത് അവരെ ബേസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇത് രണ്ടുപേരും രണ്ടു കൂട്ടരും അവരുടേതായ രീതി ജീവിച്ചു പോകട്ടെ. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എങ്ങനെ വീഡിയോസ് ചെയ്യാം. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അവർക്ക് ഷോർട്സ് ഇടണേലോ അല്ലെങ്കിൽ അവർ ബിക്കിനി ഇടണേലോ അവർക്ക് മറ്റു പല വീഡിയോസ് ചെയ്യണേലോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. കാരണം അവർക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല. അപ്പൊ അവർ പല രീതിയിൽ അവർക്ക് ജീവിക്കാൻ അവർ മറ്റു സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന ഒരു വീഡിയോസ് അവർ ചെയ്യുന്നില്ല. അവർ ചെയ്തത് അവർ കുറെ റീൽസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ചില ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആൽബം ചെയ്യുന്നു. അതിനോട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവർ ജീവിച്ചു പോകുന്നു. അതിനോടൊപ്പം നാടകങ്ങൾ ഏതാണ്ട് ചെയ്യുന്നു. അപ്പം അവരെ ഉപദ്രവിക്കാതെ അവരുടെ ജീവിതം അവർ തന്നെ നോക്കിക്കോട്ടെ. ഈ ശ്രുതിയുടെ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന അവർക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല, അവരുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അവരെന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്തിനാണ് ഇവര് ജീവിച്ചു പോക്കോട്ടെ. ഇപ്പം ശ്രുതിയിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം അവർ വാങ്ങിച്ചു. ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ശ്രുതിയുടെ വീട്ടുകാരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതിലും രസം വേറൊരു കല്യാണം കഴിച്ച് വേറൊരു കുട്ടിയുടെ അമ്മയായിട്ട് വേറൊരു ഭർത്താവിന്റെ ഭാര്യയായിട്ട് അവർ ജീവിക്കുകയാണ്. അവിടെ ജീവിക്കട്ടെ, ഇവരെ വെറുതെ വിടൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കാരണവശാലും ഇങ്ങനെ ആരെയും ദ്രോഹിക്കാൻ നമുക്ക് താല്പര്യം, അവരെയും ദ്രോഹിക്കാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ രേണുവിനെ ദ്രോഹിക്കാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ
കൊല്ലം സുധിയെ അദ്ദേഹം നമ്മുടെ ഒന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചും നമുക്കൊരു നല്ല അഴുക്ക് അല്ലെങ്കിൽ വേറൊരു വാക്ക് പറയാൻ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം ജീവിച്ചു പോകട്ടെ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേച്ച് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വൾഗാരിറ്റി ഉണ്ടാക്കാതെ രേണുവിന്റെ വഴി, ഈ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന അവരുടെ വഴി, ഇനി കിച്ചു അല്ലെങ്കിൽ ഈ കൊല്ലം സുധിയുടെ മോൻ അവന്റെ വഴി, ഇവരെല്ലാം ജീവിക്കട്ടെ. സമൂഹം എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ചെയ്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി എന്തിനാണ് വെറുതെ സമയം കളയുന്നത്?